ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഷിറിൻ ഫാത്തിമ. പ്രബുദ്ധരായ പ്രബോധകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ സമാപന ചടങ്ങിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ റമദാനിൽ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ബാക്കവി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാം ഇന്ന് പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു. 2019 തുടങ്ങിയ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇന്ന് 15 ക്ലബ്ബുകളായിട്ടുണ്ട്. ഏകദേശം 600 പഠിതാക്കളും അതിനു പുറമെ 3 വാട്സപ്പ് കൂട്ടായ്മയും അതിൽ 3000 സഹചാരികളും ഇന്നുണ്ട്. കൂടാതെ കുത്തുബ ട്രെയിനിങ് ക്ലബ്ബിൽ 30 പേർ പരിശീലനം നേടിവരുന്നു. പുതുമയാർന്ന പരിപാടികളിലൂടെ ജനങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനം എത്തിക്കുന്ന യൂട്യൂബിലെ പരിപാടികളാണ് അസ്മാഉൽ ഹുസ്ന, രാത്രി സന്ദേശം, പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ, കർമ്മങ്ങളുടെ മഹത്വം, എന്നെ സ്വാധീനിച്ച ഖുർആനിക വചനം, പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര എന്നതും. അൽഹംദുലില്ലാഹ്. കൂടാതെ പരിശുദ്ധ ഖുർആനിൻ്റെ അഭിസംബോധന എന്ന പ്രോഗ്രാമിൻ്റെയും തിരക്കിലാണ് ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സിലെ അണിയറ പ്രവർത്തകർ. ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൽ അംഗത്വം ലഭിക്കാൻ യാതൊരു ഫീസും ഈടാക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ന് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം സ്വാഗതം പറയുക എന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെയും കുത്തുബ ട്രെയിനിങ് ക്ലബിൻ്റെയും ചെയർമാൻ അബ്ദുൽ നസീർ സർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡൻ്റായ അവർ ചീഫ് ഗസ്റ്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ സർ, ഇന്ന് ഫെലിസിറ്റേഷനുമായി എത്തിയിരിക്കുന്ന കുത്തുബ ട്രെയിനിങ് പ്രസിഡന്റ് മുഹമ്മദ് മാത്തേരിയിൽ, കൂടാതെ ഇന്നത്തെ അവസാനത്തെ സൂറത്ത് അവതരിപ്പിക്കുന്ന ഷെഹല മാസ്റ്റർ, ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ ലൈല വണ്ടൂർ മാസ്റ്റർ, ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി അർപ്പിക്കാനെത്തിയ നമ്മുടെ അഭിമാനവും ലവ് ദ ഖുർആൻ സീനിയർ മാസ്റ്ററുമായിട്ടുള്ള സഫിയ മാസ്റ്ററെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹിറ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമാ ബഅദ്. പ്രിയ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് എത്തി നിൽക്കുന്നത്. എന്തെന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന ഒരു പ്രോഗ്രാം നാം ചെയ്യുകയുണ്ടായി. 114 സൂറത്തുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. അതിന്ന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. 113 സൂറത്തുകളെ പറ്റിയും നമ്മുടെ പഠിതാക്കൾ യൂട്യൂബിലൂടെ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിനെ നെഞ്ചേറ്റിയ എല്ലാ പ്രേക്ഷകർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമുക്ക് 3,59,000 വ്യൂവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ 3,029 സബ്സ്ക്രൈബേഴ്സുണ്ട്. കൂടാതെ നാം 1,100 വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇതെല്ലാം സാധ്യമായത് ഇതിലെ പഠിതാക്കളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് മാത്രമാണ്. അൽഹംദുലില്ലാഹ്. അവരെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനിയും നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാനുണ്ട്. അതിനെല്ലാം നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്
നാം നിൽക്കുന്നത്. അൽഹംദുലില്ലാ. ഇന്ന് ഈ പ്രോഗ്രാമിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും സംസാരിക്കാൻ നമുക്കേവർക്കും പ്രിയങ്കരനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അടുത്ത പ്രോഗ്രാം ചെയ്യാൻ അള്ളാഹു നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം ഈ സമയം ഓർമ്മിക്കുകയാണ്. അവർക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ലവ് ദ ഖുർആൻ LTQ എന്ന സംവിധാനത്തിൻ്റെ കീഴിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഖുർആൻ സംബന്ധമായ കാര്യങ്ങൾ പറയുവാനും ധാരാളം ആളുകൾക്ക് അവസരമുണ്ടായി എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും 114 സൂറത്തുകളും മനസ്സിലാക്കി അതിൻ്റെ ആശയം സ്വാംശീകരിച്ച് ചുരുങ്ങിയ നിലയിൽ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അതിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയും ഖുർആനിൻ്റെ ആശയം ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കുവാനും അവർക്ക് കൂടുതൽ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശമാണ്. വ്യക്തികൾക്കും സമൂഹത്തിനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനും മാനസികവും ശാരീരികവുമായ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നതിനും ഖുർആനിൻ്റെ ആശയങ്ങൾ കൊണ്ട് സാധിക്കുമെന്നത് ഉറപ്പാണ്. ദൈവനിഷേധവും യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും അങ്ങനെ പോകുന്ന ആളുകൾ അവരിലേക്ക് ഖുർആനിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുത്താൽ യാതൊരു സംശയവുമില്ല അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ കഴിവുകളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അത്ഭുതങ്ങളും വളരെ സങ്കീർണവും വളരെ ശാസ്ത്രീയവും ആയി സംവിധാനിച്ചിട്ടുള്ള ഈ ലോകവും ഒരത്ഭുതമായി തന്നെ നിലനിൽക്കുകയാണ്. ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി LTQ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിൻ്റെ സമാപന ദിവസമായി ഇന്ന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തേതും 114-ാമത്തേതുമായ അധ്യായം സൂറത്ത് നാസാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. 6 വചനങ്ങളോടുകൂടിയ ഈ അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൻ്റെ ആദ്യ നാളുകളിൽ അവതരിച്ചിട്ടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടെയും സൂറത്ത് നാസ് കേൾപ്പിച്ചതായി പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മക്കീ സൂറത്താണെന്നും മദനി സൂറത്താണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം മക്കീ സൂറത്താണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരീക്ഷണ കാലഘട്ടത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ സാഹചര്യത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതരണം. പ്രധാനമായും പൈശാചികമായ ദുർബോധനങ്ങളിൽ അടിമപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലുള്ള അധ്യായങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നാസിൻ്റെ മഹത്തായ പ്രത്യേകതകളിലൊന്നാണ് ഇതുപോലൊരു അധ്യായം മുൻ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലോ സബൂറിലോ ഇഞ്ചീലിലോ അതല്ല പരിശുദ്ധ ഖുർആനിൽ തന്നെയോ അവതരിച്ചിട്ടില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ട് ഒരു രാത്രിയിലും നീ അത് പാരായണം ചെയ്യാതെ വിട്ടുകളയരുതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനോട് അഭയത്തേട്ടം നടത്താൻ പഠിപ്പിക്കപ്പെട്ട 2 സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്നു. സൂറത്തുൻ നാസും ഫലക്കും അവതരിച്ചപ്പോൾ മുമ്പ് നിർവഹിച്ചിരുന്ന കാവൽ തേട്ടങ്ങൾ ഒഴിവാക്കുകയും ഈ 2 സൂറത്തുകൾ അഭയത്തേട്ടത്തിനും കാവൽ തേട്ടത്തിനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സൂറത്തുൻ നാസ് പാരായണം ചെയ്യേണ്ട പ്രത്യേക സന്ദർഭങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ പ്രഭാത പ്രദോഷത്തിലും 3 പ്രാവശ്യം പാരായണം ചെയ്യാനും രോഗിയായ ആൾക്ക് മന്ത്രിക്കാനും വിത്ർ നമസ്കാരത്തിലുമൊക്കെ പ്രത്യേകം പാരായണം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. റബ്ബ് എന്നത് നമ്മുടെ സൃഷ്ടി പരിപാലന സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത് ആരാണോ അതാണ് നമ്മുടെ മലിക്ക് ഉടമസ്ഥനായ അള്ളാഹു.
അതുകൊണ്ട് ആ ഉടമസ്ഥൻ്റെ കൽപ്പനകളാണ് അടിമകളായ നമ്മൾ അനുസരിക്കേണ്ടതും അവനെ മാത്രമാണ് നാം ഇലാഹായി സ്വീകരിക്കേണ്ടതും എന്നാണ് ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 3 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. മനുഷ്യരുടെ രക്ഷിതാവായ, മനുഷ്യരുടെ ഉടമസ്ഥനായ, മനുഷ്യരുടെ ആരാധ്യനായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയുക. എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യരുടെ രക്ഷിതാവ് അല്ലെങ്കിൽ മനുഷ്യരുടെ രാജാവ്, മനുഷ്യരുടെ ഇലാഹ് എന്നൊക്കെ പറയാൻ കാരണം? അതിൻ്റെ കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തന്നെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ബുദ്ധിയും വിവേകവും ഉള്ളത് മനുഷ്യൻ മാത്രമാണ്. അള്ളാഹുവിൻ്റെ മറ്റെല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ മാത്രമാണ് അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ, നീയും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിനോട് മാത്രമാണ് നീയും രക്ഷ തേടേണ്ടത് എന്ന്. തൊട്ടടുത്ത വചനങ്ങളിൽ എന്തിൽ നിന്നാണ് രക്ഷ തേടേണ്ടത് എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ കെടുതികളിൽ നിന്നാണ് നാം രക്ഷ തേടേണ്ടത്. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സാണല്ലോ. ഇബ്ലീസ് സ്വാധീനമുണ്ടാക്കുന്നത് ഈ മനുഷ്യൻ്റെ മനസ്സുകളിലാണ്. ഒരു മനുഷ്യനെ ഇബ്ലീസ് കീഴ്പ്പെടുത്താൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ മനുഷ്യൻ്റെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കും. ഒരാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സിൽ ദുർചിന്തകൾ ഉണർത്തുന്നതിനാണ് വസ്വാസ് എന്ന് പറയുന്നത്. ദുഷിച്ച വികാരങ്ങൾ ഇളക്കി വിടുക, ദുർപ്രവർത്തികൾക്ക് പ്രേരണ നൽകുക, നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചീത്തയായി തോന്നിപ്പിക്കും, ചീത്ത കാര്യങ്ങളൊക്കെ നല്ലതായി തോന്നിക്കും. അങ്ങനെ എന്തൊക്കെ തിന്മകളുണ്ടോ അതിനൊക്കെ നമുക്ക് ധൈര്യം തന്ന് ആ തിന്മകളൊക്കെ നിസാരവൽക്കരിച്ച് നമ്മളെ അതിലേക്ക് തള്ളിവിടും. നമ്മളത് ചെയ്തെന്ന് ഉറപ്പായി കഴിയുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് പിന്മാറിപ്പോകും. അങ്ങനെ ഒഴിഞ്ഞു മാറുന്നവൻ എന്നാണ് ഖന്നാസ് എന്ന വാക്കിൻ്റെ അർത്ഥം. മനുഷ്യനിൽ ഈ പിശാച് ഉണ്ടാക്കുന്ന ദുർബോധനങ്ങൾ പലവിധ ചിന്തകളിലേക്കും സംശയങ്ങളിലേക്കും മനുഷ്യനെ എത്തിക്കും. വിശ്വാസം മുതൽ അവൻ്റെ കർമ്മരംഗങ്ങളിൽ വരെ ദുർബോധനം ബാധിക്കും. സംശയവും ആശയക്കുഴപ്പങ്ങളും യുക്തിവാദ ചിന്തകളും ഒക്കെ ഉണ്ടാവാൻ കാരണം പിശാചിൻ്റെ ഈ ദുർബോധനങ്ങളാണ്. അള്ളാഹു ഉണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങൾ വിശ്വാസപരമായി പിശാച് നമ്മളിൽ ഉണ്ടാക്കുന്ന ദുർബോധനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അങ്ങനൊരു ചിന്ത വന്നാൽ ഉടൻ തന്നെ നാം അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ട് എന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ആരാധനയിൽ നിന്ന് മനുഷ്യനെ വഴിപിഴപ്പിച്ച് അവരെ ശിർക്കിലേക്കും അതുവഴി ശാശ്വത നരകത്തിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഒറ്റയടിക്ക് അവൻ അങ്ങനെ മനുഷ്യനെ ശിർക്കിലേക്കും കുഫറിലേക്കൊന്നും കൊണ്ടുപോകില്ല. അതിനുവേണ്ടി മനുഷ്യൻ്റെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കി പടിപടിയായിട്ടാണ് അവൻ അതിലേക്ക് അവരെ എത്തിക്കുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽക്ക് പിശാജ് ഈ പണി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും പിശാജ് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാകുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രത്യേകം ഉണർത്തിയൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായാൽ അപ്പോൾ തന്നെ പിശാജ് പിന്മാറിക്കളയും. ജിന്ന് വർഗ്ഗത്തിൽപ്പെട്ട പിശാചുകളെ പോലെ തന്നെ മനുഷ്യവർഗ്ഗത്തിലും പിശാചുക്കൾ ഉണ്ടെന്നാണ് അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാ മനുഷ്യരും മനുഷ്യരിലെ പിശാചുക്കളാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരാകട്ടെ, ആശയങ്ങൾ, പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ പൈശാചികതയുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഏതൊരു കാര്യവും അടിസ്ഥാനപരമായി അള്ളാഹുവിൽ നിന്നുള്ളതല്ലെങ്കിൽ അതിന് തിന്മയുടെ പ്രചോദനമുണ്ടായിരിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു സൂറത്താണ് സൂറത്തുൻ നാസ്. മനുഷ്യ ജിന്ന് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ പിശാചുക്കളെ തിരിച്ചറിയാനും അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും ശ്രമിക്കേണ്ടതുണ്ട് എന്ന ഒരു പാഠം കൂടി ഈ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അർത്ഥം പഠിക്കലും ആശയം പഠിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കലുമൊക്കെ പിശാചിന് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവോട് നാം നിരന്തരമായി പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം. എല്ലാവിധ പൈശാചികതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ചെയർമാൻ അബ്ദുൽ നസീർ സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് അവർകളെ, ഞാൻ മുഹമ്മദ് മാട്ടേരിയിൽ ലൗദ് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്നും വേറിട്ട പല പരിപാടികളിലൂടെ യൂട്യൂബുകളിലൂടെയും പ്രബോധനം നടത്തി വരുന്നത് നമുക്കറിയാമല്ലോ. അങ്ങനെ കഴിഞ്ഞ റമദാനിൽ തുടങ്ങിയ പരിപാടിയാണ് ഖുർആൻ പഠനത്തിലൂടെ ഒരു യാത്ര. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളെ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് കേൾക്കുന്നവർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു സ്വന്തം ജീവിതത്തിൽ പകർത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം.
ഇന്നതിൻ്റെ പരിസമാപ്തിയിലാണ് നമ്മളുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ദഅ്വ മേഖലയിൽ പ്രവർത്തിക്കാൻ ട്രെയിനിങ് നൽകി വരുന്ന ഈ ക്ലബിൻ്റെ ഖുതുബ ട്രെയിനിങ് ക്ലബിലെ ഒരു പഠിതാവെന്ന നിലയ്ക്ക് ഞാനും അഭിമാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ പല പരിപാടികളിലൂടെ ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് പടർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം ഇതിലെ ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന വഅനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉള്ളം നടുക്കുന്ന ദുരന്ത ഭൂമിയെ കണ്ടും കേട്ടുമാണ് നമ്മുടെ ഓരോ ദിനരാത്രങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലും കണ്ണുനീരിൽ നീന്തുന്ന ദുരന്ത ഭൂമിയോട് കണ്ണികളാവാൻ, അതേ കണ്ണുനീരോടെ കണ്ണികളാവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു. ഇനിയും നമുക്കതിന് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ദുരന്തങ്ങളുണ്ടാക്കിയ ആഘാതങ്ങളിൽ നിന്ന് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കൃതമാവുക. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു വേള പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന ശ്രദ്ധേയമായ പ്രോഗ്രാമിൻ്റെ സമാപന സെഷനിലാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു നിമിഷം വല്ലാത്ത അഭിമാനവും ചാരിതാർത്ഥ്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൻ്റെ 114 അധ്യായങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. ആദ്യമായി ഇതിലെ ഓരോ സൂറത്തുകളെയും പഠിച്ച് അവതരിപ്പിച്ച, ആഴത്തിൽ മനസ്സിലാക്കി 5-6 മിനിറ്റ് കൊണ്ടെല്ലാം അതൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ബഹുമാന്യ പഠിതാക്കളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവർ പഠിച്ചതിന് ശേഷം ആ ഒരു അധ്യായവുമായി അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെപ്പറ്റി അവർ നമ്മളുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആ ഒരു സന്തോഷം, അവരുടെ ആ ഒരു അഭിമാനം, അത് വർണ്ണിക്കാൻ പറ്റാത്തതാണ് പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ 114 അധ്യായങ്ങളെ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം, എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞ സമയങ്ങളെടുത്തുകൊണ്ട് അല്പം ദിവസങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിനെ മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ച ഒരു ഫീലാണ് എനിക്കുണ്ടായത്. ഏതായാലും ഓരോ അധ്യായങ്ങളും ഓരോ മാസ്റ്റേഴ്സ് അവതരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ പിന്നിൽ അവർ ചെയ്ത ഹോംവർക്സുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന്. പ്രത്യേകിച്ച് അമ്മ ജുസയിലേക്കൊക്കെ കടന്നപ്പോഴുണ്ടായ ഓരോ അനുഭവങ്ങൾ വല്ലാത്തതായിരുന്നു. ഏതായാലും എന്നാൽ ചില ചടങ്ങുകൾ മാത്രമാക്കി ഒതുക്കിയ മാസ്റ്റേഴ്സുമുണ്ടെന്ന് പറയാതെ വയ്യ. പരിശുദ്ധ ഖുർആൻ നമ്മെ കേൾപ്പിച്ച വലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഭൂമിയിൽ അല്പസമയത്തേക്കുള്ള താമസ സൗകര്യവും വിഭവങ്ങളുമുണ്ട് എന്ന് പറഞ്ഞതിൽ മൂല്യവത്തായ ഒരു മതായിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കാണുകയാണ്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് നടത്താനുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങളെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ പ്രോഗ്രാമിലെ ഓരോ അധ്യായങ്ങളും എടുത്ത് നിങ്ങൾ കാണണേ, ആസ്വദിച്ച് കാണണേ എന്നും നാം സ്നേഹിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു പഠിതാവായിട്ടും ഇതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരാളായിട്ടും മാറിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ള ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്നുകൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ റമദാനിൽ ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഒരുക്കിയ ഖുർആനിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഉള്ള ഒരു സമാപന യോഗത്തിലാണ് നാം ഉള്ളത്. ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഖുർആനിക സന്ദേശങ്ങൾ ഹൃദയങ്ങളിൽ എത്തിക്കാനും അതുവഴി ദൈവിക മാർഗത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കാനുമുള്ള ഒട്ടേറെ പുതുമയാർന്ന
പ്രബോധന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യമം ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ നെറുകയിലെ മറ്റൊരു പൊൻതൂവലാണ്. സൂറത്ത് തൗബയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു കണ്ണിയാവാനും ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലെ മുത്തുകൾ പെറുക്കിയെടുത്ത് ജനഹൃദയങ്ങളിൽ വിജ്ഞാനത്തിൻ്റെ ഒരു കൈത്തിരി കത്തിച്ചു വയ്ക്കാൻ ഉള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. മാഷാ അല്ലാഹ്. ഞാൻ സഫിയ പാറയിൽ. ഇന്ന് ഈ യോഗത്തിൽ നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. സ്വാഗതം ആശംസിച്ച ഷെറിൻ ഫാത്തിമ, അധ്യക്ഷപദം അലങ്കരിച്ച അബ്ദുൽ നസീർ സാർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ, സൂറത്ത് നാസ് അവതരിപ്പിച്ച സഹല ഹുസൈൻ, ആശംസകൾ അർപ്പിച്ച മുഹമ്മദ് മാട്ടേരിയിൽ, ലൈല വണ്ടൂർ മാസ്റ്റർ എന്നിവരോട് ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ യാത്രയിൽ നമ്മോടൊപ്പം സഹകരിച്ച നമ്മുടെ സഹയാത്രികരായിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നാളെ പരലോകത്ത് ഖുർആൻ ശുപാർശ നൽകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.